മുഖ്യമന്ത്രി ആയില്ലേ എന്ന 10-12 ദിവസത്തെ ചോദ്യങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത്. അത് ജനങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രി തന്നെയായിരുന്നു. മുഖ്യമന്ത്രി ആയതിന് പിന്നാലെ എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡ് ആൻഡ് ഫാസ്റ്റ് ആണ്. നേരത്തെ തന്നെ ചില ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാനുള്ള ഒരു ചെറിയ കാലതാമസം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടക്കും എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ആദ്യ നിയമസഭാ സമ്മേളനം എന്നാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കേരളത്തിന്റെ 16ാം നിയമസഭയുടെ അമരക്കാരനായി മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിയേക്കും എന്നുള്ള വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. സ്പീക്കർ പദവിയിലേക്ക് തിരുവഞ്ചൂരിന്റെ പേരിനാണ് കോൺഗ്രസിനുള്ളിൽ നിലവിൽ മുൻതൂക്കം ഉള്ളത്. പാർലമെന്ററി കാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള അഗാധമായ അറിവും ഭരണപരിചയവും അതുതന്നെയാണ് ഭരണപരിചയവും സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നുമാണ് ഹൈക്കമാൻഡിന്റെയും വി.ഡി. സതീശന്റെയും വിലയിരുത്തൽ. മന്ത്രിസഭ രൂപീകരണത്തിനൊപ്പം തന്നെ സ്പീക്കർ പദവി സംബന്ധിച്ചുള്ള ചർച്ചകൾ നാളെ നടക്കുമെന്നാണ് UDF യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം മെയ് മാസം, അതായത് ഈ മാസം 21-ാം തീയതി ചേരാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അന്ന് തന്നെയാണ് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. മെയ് 22-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന നേതാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനൊപ്പം തന്നെ സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ പരിചയസമ്പന്നരായ ഒരാൾ സ്പീക്കർ പദവിയിൽ വേണമെന്ന നിർബന്ധം വി.ഡി. സതീശന് ഉണ്ട്. തിരുവഞ്ചൂർ സ്പീക്കർ ആകുന്നതോടുകൂടി സഭയിലെ പ്രതിപക്ഷ നീക്കങ്ങളെയും ഭരണപക്ഷ താൽപര്യങ്ങളെയും സന്തുലിതമായി തന്നെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. മെയ് 29 നടക്കുന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ വ്യക്തമായ രൂപരേഖ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകും. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ചേർത്തുപിടിക്കുന്ന ഒട്ടനവധി ജനകീയ പ്രഖ്യാപനങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ വി.ഡി. സതീശൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമുള്ള പ്രത്യേക പദ്ധതികൾ ഇതിൽ ഉണ്ടാകും. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ചയാണ് നടക്കുന്നത്. മെയ് 18 രാവിലെയാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനും ഒപ്പം ഘടകകക്ഷി മന്ത്രിമാരും അന്നേ ദിവസം അധികാരമേൽക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഉണ്ടായ കാലതാമസം മന്ത്രിസഭാ രൂപീകരണത്തിലോ സഭാ നടപടികളിലോ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടൻ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കാനാണ് സർക്കാരിന്റെ നീക്കം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ തന്നെ മന്ത്രിസഭയിലെ സാമുദായിക സമവാക്യങ്ങളും പാർട്ടി പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹം സ്പീക്കറായാൽ കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം. എങ്കിലും സഭ നിയന്ത്രിക്കാൻ തിരുവഞ്ചൂരിനോടുള്ള പ്രാപ്തനായ മറ്റൊരു നേതാവ് നിലവിൽ UDF നിരയിൽ ഇല്ല എന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം മെറിറ്റിന് പ്രാധാന്യം നൽകിയാകും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും വൻ മുൻഗണന ലഭിക്കുമെന്നാണ് സൂചന. കടക്കെണിയിലായ കർഷകർക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളുടെ തറവില വർദ്ധിപ്പിക്കുന്ന കാര്യവും നയപ്രഖ്യാപനത്തിൽ ഇടം പിടിക്കും. ജനകീയ സർക്കാർ എന്ന പ്രതിച്ഛായ ആദ്യ നാളുകളിൽ തന്നെ നേടിയെടുക്കാനാണ് വി.ഡി. സതീശന്റെ ലക്ഷ്യം. ഇതിനായി പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ ആദ്യം 100 ദിവസത്തിനുള്ളിൽ തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മെയ് 29-ന് നയപ്രഖ്യാപനം നടത്തുന്നതോടുകൂടി സർക്കാരിന്റെ ഭാവി പരിപാടികളെക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിക്കും. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളും തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികളും നയപ്രഖ്യാപനത്തിൽ ഊന്നൽ നൽകുന്ന വിഷയങ്ങളാണ്. യുവാക്കളെയും സ്ത്രീകളെയും ലക്ഷ്യമിടുന്ന പ്രത്യേക സ്വയം തൊഴിൽ പദ്ധതികളും നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. സ്പീക്കർ പദവി സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നാളെ വൈകുന്നേരം UDF കൺവീനർ നടത്തും. തിരുവഞ്ചൂരിനൊപ്പം മറ്റ് ചില പേരുകളും ചർച്ചയിലുണ്ടെങ്കിലും അദ്ദേഹത്തിനുള്ള സ്വീകാര്യത ഗുണകരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. സ്പീക്കർ എന്ന നിലയിൽ നിഷ്പക്ഷമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ സർക്കാരിന്റെ ലെജിസ്ലേറ്റീവ് അജണ്ടകൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് നേതൃത്വം കരുതുന്നു. തിങ്കളാഴ്ച അധികാരമേൽക്കുന്ന വി.ഡി. സതീശൻ സർക്കാർ കേരളത്തിന്റെ വികസനത്തിന് പുതിയ വേഗത നൽകുമെന്നാണ് അണികളുടെ പ്രതീക്ഷ. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രമുഖ ദേശീയ നേതാക്കളും അയൽ സംസ്ഥാന മുഖ്യമന്ത്രിമാരും എത്തുന്നത് ചടങ്ങിന്റെ പകിട്ട് വർദ്ധിപ്പിക്കും. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടൻ ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ചില സുപ്രധാന തീരുമാനങ്ങൾ
തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സതീശൻ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ചുരുക്കത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിലേക്ക് എത്തുന്നതും ജനകീയ പ്രഖ്യാപനങ്ങളോടെയുള്ള നയപ്രഖ്യാപനവും കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു തുടക്കമാകും. അഴിമതിരഹിതവും ജനപക്ഷത്ത് നിൽക്കുന്നതുമായ ഒരു ഭരണം കാഴ്ചവെക്കുമെന്ന ഉറപ്പോടുകൂടിയാണ് UDF സർക്കാർ അധികാരത്തിലേറുന്നത്. വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന ഓരോ തീരുമാനങ്ങളും VD സതീശൻ എന്ന ഭരണാധികാരിയുടെ കരുത്ത് തെളിയിക്കുന്നതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.